എല്ലാവർക്കും നമസ്കാരം. ലൈഫ് ടോക്സ് ബൈ AJയുടെ ലെറ്റ്സ് ലേൺ ടു സ്പീക്ക് മറാഠി എന്ന പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ബന്ധങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി മറാഠിയിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യം തന്നെ ബന്ധം എന്നതിന് മറാഠിയിൽ എന്താണ് പറയുക? ബന്ധം എന്നതിന് നാത്തെ എന്ന് പറയും. ബന്ധു എന്നതിനോ നാത്തെ വായിക്. ബന്ധു നാത്തെ വായിക്. ബന്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ അമ്മയും അച്ഛനെയും കുറിച്ചാണ് പഠിക്കേണ്ടത് അല്ലേ? അപ്പോൾ മറാഠിയിൽ അമ്മ എന്ന് പറയാൻ ആയി എന്നാണ് പറയുക. അച്ഛൻ എന്ന് പറയാൻ വഡീൽ എന്നും പറയും, ബാബ എന്നും പറയും. ബാബ എന്ന് വിളിക്കാൻ നേരത്താണ് പറയുക. എന്ന് പറഞ്ഞാൽ അച്ഛ ഇവിടെ വരൂ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് മറാഠിയിൽ പറയുമ്പോൾ ബാബ ഇഥേ യാ എന്നാണ് പറയുക. അവിടെ വഡീൽ ഇഥേയ എന്ന് പറയില്ല. വഡീൽ എന്നത് ബന്ധത്തിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്. ബാബ എന്നത് അച്ഛനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. മനസ്സിലായില്ലേ? അടുത്തത് മകൻ എന്ന് പറയാൻ മുൽഗ എന്നാണ് മറാഠിയിൽ പറയുക. മകൾ എന്ന് പറയാനോ മുൽഗി എന്ന് പറയണം. അപ്പോൾ ഈ ചാർട്ട് ഒന്ന് നോക്കൂ. അമ്മ ആയി, അച്ഛൻ ബാബ അല്ലെങ്കിൽ വഡീൽ, മകൻ മുൽഗ, മകൾ മുൽഗി. ഇനി സഹോദരൻ എന്ന് പറയാൻ ബ്രദർ എന്ന് പറയാൻ ഭാവു എന്നാണ് പറയുക. സഹോദരി സിസ്റ്റർ എന്ന് പറയാൻ ബഹീൺ എന്ന് പറയണം. അതിൽ തന്നെ ചേച്ചി എന്ന് പറയാൻ തായി എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. ചേട്ടൻ എന്ന് പറയാൻ ദാദ എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സഹോദരൻ ഭാവു, സഹോദരി ബഹീൺ, ചേട്ടൻ ദാദ, ചേച്ചി തായി. സഹോദരൻ്റെ മക്കളെ എങ്ങനെയാണ് വിളിക്കേണ്ടത് എന്നതാണ് ഈ സ്ലൈഡിൽ നമ്മൾ പഠിക്കുന്നത്. സഹോദരനെ നമ്മൾ എന്താണ് പറയുക? ഭാവു. ഭാവു സഹോദരൻ. സഹോദരൻ്റെ മകൻ പുത്ണിയ. സഹോദരൻ്റെ മകളെ പുത്ണി എന്ന് വിളിക്കണം. ഇനി സഹോദരിയെ എന്താണ് പറയുക? നമ്മൾ പഠിച്ചതല്ലേ, ബഹീൺ. ബഹീൺ സഹോദരി. സഹോദരിയുടെ മകൻ ഭാത്സ, സഹോദരിയുടെ മകൾ ഭാച്ചി. അപ്പോൾ സഹോദരൻ്റെ മകൻ പുത്ണിയ, സഹോദരൻ്റെ മകൾ പുത്ണി, സഹോദരിയുടെ മകൻ ഭാത്സ, സഹോദരിയുടെ മകൾ ഭാച്ചി. ഇനി സഹോദരിയുടെ ഭർത്താവ്. സഹോദരിയെ എന്താണ് പറയുക? ബഹീൺ. സഹോദരിയുടെ ഭർത്താവ് ഭാവുജി. അതുപോലെ സഹോദരൻ്റെ ഭാര്യ. സഹോദരൻ ഭാവു, സഹോദരൻ്റെ ഭാര്യ ഭാവുസായി. പക്ഷേ നമ്മൾ വഡീലിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ വിളിക്കാൻ നേരത്ത് വഹിനി എന്നാണ് വിളിക്കേണ്ടത്. ഭാവുസായി എന്ന് സഹോദരൻ്റെ ഭാര്യയെ അഡ്രസ്സ് ചെയ്യില്ല. വിളിക്കുമ്പോൾ, നേരിട്ട് വിളിക്കുമ്പോൾ വഹിനി എന്ന് വേണം പറയാൻ. സഹോദരിയുടെ ഭർത്താവ് ഭാവുജി, സഹോദരൻ്റെ ഭാര്യ വഹിനി അല്ലെങ്കിൽ ഭാവുസായി. അടുത്തത് അച്ഛൻ്റെ സഹോദരനെ എന്താണ് വിളിക്കുക എന്ന് നോക്കാം. അച്ഛൻ ബാബ, നമ്മൾ പഠിച്ചതല്ലേ. അച്ഛൻ്റെ സഹോദരൻ കാക്ക. അച്ഛൻ്റെ സഹോദരി ആത്യ. അച്ഛൻ ബാബ, അച്ഛൻ്റെ സഹോദരി ആത്യ. ഇനി അമ്മയുടെ സഹോദരനെ എന്താ പറയുക? ആദ്യം അമ്മ എന്താ പറയുക? ആയി. അമ്മയുടെ സഹോദരൻ മാമ. അമ്മയുടെ സഹോദരി മൗഷി. അമ്മ ആയി, അമ്മയുടെ സഹോദരി മൗഷി. അപ്പോൾ നമുക്ക് റിവിഷൻ ചെയ്യാം. അച്ഛൻ്റെ സഹോദരൻ കാക്ക, അച്ഛൻ്റെ സഹോദരി ആത്യ, അമ്മയുടെ സഹോദരൻ മാമ, അമ്മയുടെ സഹോദരി മൗഷി. ഇനി നമുക്ക് കസിൻസിനെ എങ്ങനെ വിളിക്കാം എന്ന് നോക്കാം. ആദ്യം അമ്മയുടെ സൈഡിലെ കസിൻസ്. അപ്പോൾ അമ്മ ആയി, അമ്മയുടെ സഹോദരൻ മാമ, മാമയുടെ മകൾ, മാമൻ്റെ മകളിലെ മാമേ ബഹീൺ എന്നാണ് പറയുക. മാമയുടെ മകനെ മാമേ ഭാവു എന്ന് വേണം പറയാൻ. ഇനി അമ്മയുടെ സഹോദരിയുടെ മക്കളെ എങ്ങനെ വിളിക്കണം എന്ന് നോക്കാം. അപ്പോൾ ആദ്യം അമ്മ ആയി, അമ്മയുടെ സഹോദരി മൗഷി, നമ്മൾ പഠിച്ചതാണ്. ഇനി മൗഷിയുടെ മകൾ, അമ്മയുടെ സഹോദരിയുടെ മകൾ, അതായത് മൗഷിയുടെ മകൾ മാവസ് ബഹീൺ, മൗഷിയുടെ മകൻ മാവസ് ഭാവു. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടെ മെറ്റേണൽ കസിൻസിനെ എന്താ വിളിക്കുകയെന്ന് നോക്കാം.
അമ്മയുടെ സഹോദരൻ്റെ മകൻ, അതായത് മാമൻ്റെ മകനെ മാമേ ഭാവു എന്നാണ് പറയുക. അമ്മയുടെ സഹോദരൻ്റെ മകൾ, മാമൻ്റെ മകളെ മാമേ ബഹീൺ എന്നാണ് പറയുക. അമ്മയുടെ സഹോദരിയുടെ മകനെ മാവ്ഷി, മാവ്ഷിയുടെ മകനെ മാവസ് ഭാവു എന്നാണ് ബന്ധം പറയുക. അമ്മയുടെ സഹോദരിയുടെ മകൾ മാവസ് ബഹീൺ എന്നാണ് ബന്ധം പറയുക. ഇതെല്ലാം ബന്ധങ്ങൾ പറയുന്ന വാക്കുകളാണ്. നേരിട്ടിപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ പ്രായം അനുസരിച്ച് ചേട്ടൻ, ചേച്ചി, തായി, ദാദ അങ്ങനെയാണ് വിളിക്കുക. ഭാവു അങ്ങനെയൊക്കെ വിളിക്കും. ഈ വാക്കുകൾ മാമേ ഭാവു, മാമേ ബഹീൺ എന്ന ഈ വാക്കുകൾ ബന്ധങ്ങൾ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് കേട്ടോ. ഇനി അച്ഛൻ്റെ സൈഡിലത്തെ കസിൻസിനെ എന്താണ് വിളിക്കുക എന്ന് നോക്കാം. അച്ഛൻ ബാബ, അച്ഛൻ്റെ സഹോദരൻ എന്താണ്? കാക്ക, നമ്മൾ പഠിച്ചതാണ്. കാക്കയുടെ മകൻ ചുലത് ഭാവു, കാക്കയുടെ മകൾ സുലത് ബഹീൺ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ സഹോദരൻ്റെ മകനെ, ആ ബന്ധത്തെ സുലത് ഭാവു എന്ന് പറയും. അച്ഛൻ്റെ സഹോദരൻ്റെ മകളെ സുലത് ബഹീൺ എന്ന് വിളിക്കും. ഇനി അച്ഛൻ്റെ സഹോദരിയുടെ മക്കളെ എങ്ങനെയാണ് വിളിക്കുക? അച്ഛൻ ബാബ, അച്ഛൻ്റെ സഹോദരി ആത്യ, നേരത്തെ പഠിച്ചതാണ്. ആത്യയുടെ മകൾ ആത്തേ ബഹീൺ, ആത്യയുടെ മകൻ ആത്തേ ഭാവു. മനസ്സിലായില്ലേ? അപ്പോൾ പാറ്റേണൽ കസിൻസ്, അച്ഛൻ്റെ സൈഡിലുള്ള കസിൻസിനെ എന്ത് പേര് വിളിച്ചിട്ടാണ് ബന്ധം പറയുക എന്ന് നമുക്കൊന്നും കൂടെ റിവൈസ് ചെയ്ത് നോക്കാം. അച്ഛൻ്റെ സഹോദരൻ്റെ മകൻ ചുലത് ഭാവു, അച്ഛൻ്റെ സഹോദരൻ്റെ മകൾ സുലത് ബഹീൺ, അച്ഛൻ്റെ സഹോദരിയുടെ മകൻ ആത്തേ ഭാവു, അച്ഛൻ്റെ സഹോദരിയുടെ മകൾ ആത്തേ ബഹീൺ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ബന്ധം പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. നമ്മൾ പരസ്പരം അഡ്രസ്സ് ചെയ്യാൻ നേരത്ത് കസിൻസിനെ നമ്മൾ പ്രായം വെച്ചിട്ടാണ് പറയുക. എന്ന് പറഞ്ഞാൽ ചേട്ടാ, ചേച്ചി എന്ന് വിളിക്കുന്ന പോലെ അല്ലെങ്കിൽ പേരെടുത്ത് പറയുന്ന പോലെ തന്നെയാണ് പരസ്പരം വിളിക്കാൻ നേരത്ത് പറയുക. ഈ വാക്കുകളെല്ലാം തന്നെ ബന്ധങ്ങളെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് കേട്ടോ. ഇനി ഭാര്യ ഭർത്താവ് ബന്ധത്തിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ പഠിക്കാം. ഭാര്യ ബായ്ക്കോ അല്ലെങ്കിൽ പത്നി, ഭർത്താവ് നവ്ര അല്ലെങ്കിൽ പതി. ഇനി വധൂവരൻ ബ്രൈഡ്, ബ്രൈഡ് ഗ്രൂം, പുതുതായി കല്യാണം കഴിഞ്ഞവരെ പറയാൻ വേണ്ടിയിട്ട് അത് ബ്രൈഡിനെ നവ്രി എന്ന് പറയും. ഓക്കെ, വധു എന്ന് പറയാൻ നവ്രി എന്ന് പറയും, വരൻ എന്ന് പറയാൻ നവ്ര എന്ന് പറയും. അപ്പോൾ ഭാര്യ ബായ്ക്കോ അല്ലെങ്കിൽ പത്നി, ഭർത്താവ് നവ്ര അല്ലെങ്കിൽ പതി, വധു ബ്രൈഡ് നവ്രി, വരൻ ബ്രൈഡ് ഗ്രൂം നവ്ര. ഇനി ഭർത്താവിൻ്റെ സഹോദരങ്ങളെ എങ്ങനെയാണ് വിളിക്കേണ്ടത് എന്ന് നോക്കാം. ഭർത്താവിനെ എന്താ പറയുക? നവ്ര അല്ലെങ്കിൽ പതി എന്ന് പറയും. ഭർത്താവിൻ്റെ സഹോദരനെ ധീർ എന്ന് പറയും. ഭർത്താവിൻ്റെ സഹോദരിയെ മലയാളത്തിൽ നാത്തൂൻ എന്ന് നമ്മൾ പറയില്ലേ, അതിന് മറാഠിയിൽ നനന്ദ് എന്ന് വേണം പറയാൻ. അതുപോലെ ഭാര്യയുടെ സഹോദരങ്ങളെ എന്താണ് വിളിക്കുക എന്ന് നോക്കാം. ഭാര്യ ബായ്ക്കോ, ഭാര്യയുടെ സഹോദരി മേഹുണി, ഭാര്യയുടെ സഹോദരൻ മേഹുണ. ഒന്നും കൂടെ നോക്കാം നമുക്ക് ഈ ബന്ധങ്ങൾ. ഭർത്താവിൻ്റെ സഹോദരൻ ധീർ, ഭർത്താവിൻ്റെ സഹോദരി അഥവാ നാത്തൂൻ നനന്ദ്, ഭാര്യയുടെ സഹോദരൻ മേഹുണ, ഭാര്യയുടെ സഹോദരി മേഹുനി. ഇനി ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവിനെ സാഡു അല്ലെങ്കിൽ ഭാവ്ജി എന്നാണ് പറയുക. ഭാര്യ എന്താ പറയുക? ബായ്ക്കോ. ഭാര്യയുടെ സഹോദരി മേഹുണി, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. മേഹുണിയുടെ ഭർത്താവ് അതിന് സാഡു അല്ലെങ്കിൽ ഭാവ്ജി എന്നാണ് പറയുക. അതുപോലെ ഭർത്താവിൻ്റെ സഹോദരൻ്റെ ഭാര്യയെ സാവു എന്നാണ് പറയുക. അപ്പോൾ ഭർത്താവിനെ എന്താ പറയുക? നവ്ര. നവ്രയുടെ സഹോദരൻ, ഭർത്താവിൻ്റെ സഹോദരൻ ധീർ, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ധീറിൻ്റെ ഭാര്യ സാവു, ഭർത്താവിൻ്റെ സഹോദരൻ്റെ ഭാര്യയെ സാവു എന്നാണ് പറയുക. അപ്പോൾ ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവ് സാഡു അല്ലെങ്കിൽ ഭാവ്ജി, ഭർത്താവിൻ്റെ സഹോദരൻ്റെ ഭാര്യ സാവു. ഇനി അമ്മായിയമ്മ, അമ്മായിയച്ഛൻ, മരുമകൻ, മരുമകൾ എന്നതിനുപയോഗിക്കുന്ന വാക്കുകൾ ഏതാണെന്ന് നോക്കാം. അമ്മായിയമ്മയ്ക്ക് സാസു എന്നും അമ്മായി അച്ഛന് സാസ്ര എന്നും പറയും. മകൻ
മുൽഗ, അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. മകൻ്റെ ഭാര്യ സൂൻ എന്നാണ് പറയുക. അമ്മായിമ്മയും അമ്മായി അച്ഛനും മരുമകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് സൂൻ എന്ന വാക്കാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ മരുമകൻ എന്നതിന് ജാവയി എന്നാണ് പറയുക. അപ്പോൾ മുൽഗി എന്നത് മകളും മകളുടെ ഭർത്താവിന് ജാവയി എന്നുമാണ് പറയുക. സാസു അമ്മായിയമ്മ, സാസ്ര അമ്മായി അച്ഛൻ, ജാവയി മരുമകൻ. ഒരിക്കൽ കൂടെ നോക്കാം നമുക്ക്. അമ്മായിയമ്മ സാസു, വിളിക്കുമ്പോൾ സാസുബായി എന്ന് വിളിക്കും. അമ്മായി അച്ഛൻ സാസ്ര, ബന്ധം. സാസ്രേ ബുവ എന്നാണ് വിളിക്കുമ്പോൾ, അമ്മായി അച്ഛനെ നേരിട്ട് വിളിക്കുമ്പോൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ സാസ്രേ ബുവ എന്നാണ് വിളിക്കേണ്ടത്. മരുമകൾ എന്നതിന് സൂൻ എന്നാണ് പറയുക. മരുമകൻ എന്നതിന് ജാവയി എന്നാണ് പറയുക. ഇനി മുത്തശ്ശി, മുത്തച്ഛൻ, കൊച്ചുമകൻ, കൊച്ചുമകൾ, ഈ ബന്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ നോക്കാം. മുത്തശ്ശി ആജി, മുത്തച്ഛൻ ആജോബ, കൊച്ചുമകൻ നാത്തു, കൊച്ചുമകൾ നാത്ത്. നമ്മൾ പറഞ്ഞു കൊച്ചുമകനെ നാത്തു എന്നാണ് പറയുക എന്നും കൊച്ചുമകളെ നാത്ത് എന്നാണ് പറയുക എന്നും. അപ്പോൾ കൊച്ചുമകൻ്റെ ഭാര്യയെ നാത്സൂൻ എന്നാണ് പറയുക. അതുപോലെ കൊച്ചുമകളുടെ ഭർത്താവിനെ നാത്ത് ജാവയി എന്നും പറയും. ഇനി കൊച്ചുമക്കളുടെ മക്കളെ എന്താ പറയുക? കൊച്ചുമക്കളുടെ മക്കളെ പറയാൻ പണുത്തു എന്നും പണുത്തി എന്നും വാക്കുകളുണ്ട്. അത് പണുത്തു എന്ന് കൊച്ചുമക്കളുടെ മകനെയാണ് പണുത്തു എന്ന് പറയുക. കൊച്ചുമക്കളുടെ മകളെ പണുത്തി എന്നും പറയും. അപ്പം നമുക്ക് ഒരിക്കൽ കൂടെ നോക്കാം. ഇത് കൊച്ചുമകൻ്റെ ഭാര്യയെ നാത്സൂൻ എന്ന് പറയും. കൊച്ചുമകളുടെ ഭർത്താവിനെ നാത്ത് ജാവയി എന്ന് പറയും. കൊച്ചുമക്കളുടെ മകനെ പണുത്തു എന്ന് പറയും. കൊച്ചുമക്കളുടെ മകളെ പണുത്തി എന്നും പറയും. വളർത്തച്ഛൻ, വളർത്തമ്മ എന്നതിനും മറാഠിയിൽ വാക്കുകളുണ്ട്. വളർത്തച്ഛനെ സാവത്ര ബാബ എന്നും വളർത്തമ്മയെ സാവത്ര ആയി എന്നും പറയും. അതുപോലെ തന്നെ അമ്മ വീട്, ഭർത്താവിൻ്റെ വീട് എന്നതിനും വാക്കുകൾ വേറെ വേറെ ഉപയോഗിക്കും മറാഠിയിൽ. അമ്മ വീടിനെ മാഹേർ എന്നും ഭർത്താവിൻ്റെ വീടിന് സാസർ എന്നും പറയും. അപ്പം നമ്മൾ എന്താ പഠിച്ചത്? വളർത്തമ്മയെ സാവത്ര ആയി എന്നും വളർത്തച്ഛനെ സാവത്ര ബാബ എന്നും അമ്മ വീടിനെ മാഹേർ എന്നും ഭർത്താവിൻ്റെ വീടിനെ സാസർ എന്നും പറയും. നമ്മൾ അച്ഛനമ്മമാരെ മലയാളത്തിൽ എന്താ ഒറ്റവാക്ക് പറയുക? മാതാപിതാക്കൾ, ഇംഗ്ലീഷിൽ പാരൻസ്. അതിന് മറാഠിയിൽ പാലക് എന്ന് പറയും. പിന്നെ ഈ ഷേജാരി എന്ന് എഴുതിയിട്ട് ഇവിടെ ഒരു പിക്ചർ കാണുന്നില്ലേ? അത് അയൽവാസിയെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്ന വാക്കാണ്. അയൽവാസി ഷേജാരി. അതുപോലെ വിരുന്നുകാർ എന്നതിന് മറാഠിയിൽ പാഹുണേ എന്നാണ് പറയുക. കൂട്ടുകാരൻ എന്നതിന് എന്താ പറയുക? ഇത് നമ്മൾ കുറേ പ്രാവശ്യം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള വാക്കാണ്. മിത്ര. കൂട്ടുകാരി മൈത്രീൻ. മാതാപിതാക്കൾ പാലക്, അയൽവാസി ഷേജാരി, വിരുന്നുകാർ പാഹുണേ, കൂട്ടുകാരൻ മിത്ര, കൂട്ടുകാരി മൈത്രീൻ. അപ്പോൾ ബന്ധങ്ങളെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇത്രയധികം വാക്കുകൾ പഠിക്കാനുണ്ടോ എന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ ആവണ്ട കേട്ടോ. മഹാരാഷ്ട്രീയൻസ് പൊതുവെ അവരുടെ കോൺവെർസേഷൻസിൽ ബന്ധങ്ങളെ സൂചിപ്പിക്കാൻ നേരത്ത് ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഈ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നത്. ഇതെല്ലാം ഒരുമിച്ചിരുന്ന് പഠിച്ച് ബൈഹാർട്ട് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ അവരോട് കോൺവെർസേഷൻ ചെയ്യാൻ നേരത്ത് അവർ ഉപയോഗിക്കുന്ന ആ വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. കൂടുതൽ കോൺവെർസേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആ അർത്ഥങ്ങളെല്ലാം നമുക്ക് മനസ്സിലായി വരും. ഓക്കെ, അപ്പോൾ എന്നത്തെയും പോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അൺടിൽ വി സീ നെക്സ്റ്റ് ടൈം, ഹാപ്പി ലിവിങ് ഗൈസ്.